വായിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുകയായിരുന്നെങ്കിൽ എന്തുമാത്രം എളുപ്പമായിരുന്നേനെ അല്ലേ? എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നമ്മൾ ഒരു പേജ് വായിക്കുന്നു, അത് അത്രയും കാര്യങ്ങൾ നമ്മൾ എന്താണോ ആ ഒരു പേജിൽ വായിച്ചത് അത്രയും കാര്യങ്ങൾ നമ്മളെ അടുത്ത് പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നു. സോ സിമ്പിൾ. നമുക്ക് എക്സാമിനപ്പോൾ വളരെ ഈസിയാണ്. നമ്മൾ ഒരു ചാപ്റ്റർ എടുത്തു, ആ ചാപ്റ്റർ ഇതാ വായിക്കുന്നു, വായിച്ച ഉടനെ തന്നെ അതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ തലയ്ക്കകത്തോട്ട് കയറുന്നു. അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ എന്തുമാത്രം എളുപ്പമായിരുന്നു, പഠനം എന്തൊരു രസകരമായിരുന്നേനെ അല്ലേ? നമ്മളെല്ലാവരും ആലോചിക്കാറുണ്ട്, വായിക്കുന്നതൊക്കെ എൻ്റെ തലയിൽ അപ്പം തന്നെ കയറുകയാണെങ്കിൽ എന്തുമാത്രം യൂസ്ഫുൾ ആയനെ. ചില ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ, ജസ്റ്റ് ഒരു പേജ് ഒന്ന് വായിക്കും, ആ പേജ് വായിച്ചതിന് ശേഷം എന്തൊക്കെയാണോ ആ പേജിലുള്ളത് അത് വളരെയധികം കൃത്യമായി തന്നെ അവർ പറയുന്നത് കേൾക്കാം. എന്ത് മാജിക് ആണിത്? പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ടല്ലേ, ഒരൊറ്റ തവണ വായിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടുമോ? എപ്പോഴും നമുക്കുള്ള ഒരു സംശയമാണ്. അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ വളരെ ലക്കാണ് അല്ലേ? വളരെ നല്ല കാര്യമാണ്. അപ്പൊ നമുക്ക് ഇതിനെ കുത്തിരുന്ന് എക്സാമിന് വേണ്ടി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരൊറ്റ തവണ വായിക്കുന്നു, കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി തലയിൽ കയറുന്നു. അപ്പൊ നമുക്കും ഇതേപോലെ തന്നെ ആവണ്ടേ അല്ലേ? നമ്മൾ എന്ത് വായിച്ചാലും അത് നമ്മുടെ മെമ്മറിയിലോട്ട് കയറണ്ടേ? അങ്ങനെ കയറാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില ടിപ്സ് പരിചയപ്പെട്ടാലോ? അപ്പൊ ഏറ്റവും ആദ്യം വേണ്ടത് ഈ ടിപ്സ് എല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യും, അത് നിങ്ങൾ ചെയ്യും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ്, അതാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. ഇത് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത് അല്ലേ? എന്ത് കാര്യം നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കുറച്ച് വർക്ക് ചെയ്യണം. അല്ലാതെ വെറുതെ മടി പിടിച്ചിരുന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമാണ് ഈ വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നമ്മളിത് കണ്ടിട്ട് ഒരു കാര്യമില്ല അല്ലെ? സാധാരണ നമ്മൾ കേൾക്കുന്ന പോലെ എല്ലാം കേട്ട് അതേപടി വിടാനാണെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ടിപ്സ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എൻ്റെ കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോൺ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് വെക്കുക, ഒന്ന് മാറ്റി വെക്കുക, നിങ്ങളുടെ കൈയൊക്കെ ഒന്ന് ഫ്രീ ആക്കാം. ഓക്കെ, കൈയൊക്കെ ഒന്ന് ഫ്രീ ആക്കിയതിനു ശേഷം രണ്ട് കൈ ഒന്ന് പൊക്കാം. ഓക്കെ, മിസ് പറയുന്ന പോലെ എന്ത് ചെയ്യുക, രണ്ട് കൈ ഒന്ന് പൊക്കാം. കൈകൾ ഇരുവശത്തേക്കും അകത്തുക. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് കാലുകൾ ഇരുവശത്തേക്കും അകത്തുക. പൊക്കിയതിനു ശേഷം നിങ്ങളുടെ വലത്തേ കൈ ഉണ്ടല്ലോ, റൈറ്റ് ഹാൻഡ്, ഈ റൈറ്റ് ഹാൻഡ് എടുത്ത് നിങ്ങളുടെ ചിന്നിൽ തൊടുക. റൈറ്റ് ഹാൻഡ് എടുത്ത് നിങ്ങളുടെ ചിന്നിൽ ഇതുപോലെ തൊടുക. അപ്പം എല്ലാവരും ചെയ്തിട്ടുണ്ടാവുക ദാ ഇവിടെ ആയിരിക്കും തൊട്ടിട്ടുണ്ടാവുക. മിസ് പറഞ്ഞത് ചിന്നെന്ന് പറയുന്നത് ഇവിടെയാ, പക്ഷേ മിക്കവരും തൊട്ടിട്ടുണ്ടായിരിക്കുക ഇവിടെ ആയിരിക്കും. കാരണം എന്താ, മിസ് കാണിച്ചത് ഇവിടെയാ അല്ലെ? മിസ് ചെയ്യാൻ കാണിച്ചത് ഇവിടെയാ. ചിന്നെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അല്ല, മിസ് കാണിച്ചത് ഇവിടെയല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, പവർ ഓഫ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ കാണുന്നത് ആ കാണുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറാനായിട്ടുള്ള ആ ഒരു കഴിവ് നമുക്കുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വായിച്ച് പഠിക്കുന്നതിനേക്കാളും നമ്മൾ എന്ത് കാര്യം കണ്ടു പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, വിഷ്വലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെയിനിലോട്ട് കയറാനുള്ള ആ ഒരു ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, പഠിക്കുന്ന സമയത്തായാലും നമ്മൾ വായിക്കുന്ന സമയത്തായാലും എന്ത് കാര്യവും നമ്മൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് പഠിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സോഷ്യലിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പഠിക്കാം, അല്ലെങ്കിൽ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് എന്ത് കാര്യം പഠിക്കുമ്പോഴും നമുക്കതൊരു വലിയൊരു സ്റ്റോറി ആയിരിക്കും അല്ലെ? ആ സ്റ്റോറീസ് നിങ്ങൾ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യാം. ഇപ്പം എന്തെങ്കിലും ഒരു റെവല്യൂഷൻ്റെ കാര്യങ്ങളാണെങ്കിൽ ആ റെവല്യൂഷനിൽ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മെല്ലെ മെല്ലെ വിഷ്വലൈസ് ചെയ്യാം. അങ്ങനെ എന്ത് കാര്യം പഠിക്കുമ്പോഴും എന്ത് തിയറി പഠിക്കുമ്പോഴും നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിക്കേ. ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, എന്ത് കാര്യവും നമ്മൾ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ബ്രെയിൻ്റെ അകത്തോട്ട് പെട്ടെന്ന് കയറും. അപ്പം നമ്മൾ വായിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. പണ്ടൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടില്ലേ, നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിനിമ കണ്ട് എഫക്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ വായിക്കുമ്പോൾ, നമ്മളൊരു സ്റ്റോറി ബുക്കൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നോവൽ വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിലുള്ള കാര്യങ്ങൾ, അതിലുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യും, വിഷ്വലൈസ് ചെയ്യും. ആ ഒരു സംഭവം, ആ ഇൻസിഡൻസ് ഒക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യും. സോ ഒരു ബുക്ക് വായിക്കുമ്പോൾ ശരിക്കും നമുക്ക് എന്താണ്, ഒരു സിനിമ കണ്ട പോലെ ആ ഒരു ഫീലിംഗ് ആയിരിക്കും. അതുപോലെ തന്നെയായിരിക്കണം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെയിൻ അകത്തോട്ട് കയറും. ഇതാണ് ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇനി നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മുടെ ബ്രെയിൻ അകത്തോട്ട് കയറാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് ടീച്ചിങ്. അതായത് ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട് അല്ലേ, നമ്മളിങ്ങനെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഏതെങ്കിലും ഫ്രണ്ട്സ് വന്നിട്ട് പറയാം, എടാ എനിക്ക് ഈ ഭാഗം ഒന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, സമയം മെനക്കെടുത്താൻ വേണ്ടിയിട്ടല്ലേ, എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കേണ്ടവന് എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ടല്ലേ. ചിലപ്പോൾ നമുക്കതൊരു ശല്യമായിട്ട് തോന്നാറുണ്ട്. പക്ഷേ മക്കളെ, അതൊരിക്കലും ശല്യമല്ല. അത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആവാൻ പോകുന്നത് നമുക്ക് തന്നെയാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് മറ്റൊരാളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് അത്രയും അറിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അത്രയും ക്ലാരിറ്റി ഉള്ളവരായിരിക്കണം.
ഇനി മാത്രമേ നമുക്കൊരു കാര്യം മറ്റുള്ളവരുടെ അടുത്ത് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു കാര്യം മറ്റുള്ളവരെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ആ കാര്യം നമുക്ക് നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. നമ്മൾ അതിനെക്കുറിച്ച് നന്നായി സ്റ്റഡി നടത്തും. കാരണം നമ്മളൊരു കാര്യം മറ്റൊരാൾ പഠിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ എന്തെയും അതിനെക്കുറിച്ച് നന്നായി പഠിച്ച് നല്ല പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും പറഞ്ഞു കൊടുക്കുക. അപ്പം അങ്ങനെ നമ്മൾ ഒരു തവണ വ്യക്തമായി ക്ലാരിറ്റിയോട് കൂടി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും പഠിക്കുകയാണ്. നമ്മളത് വളരെയധികം നന്നായി പഠിക്കും. പിന്നെ നമ്മളത് ഒരിക്കലും മറക്കില്ല. ആ പറഞ്ഞ കാര്യം നമ്മൾ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുത്തത് ആ കാര്യം പിന്നെ നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആവുന്നത് നമുക്ക് തന്നെയാണ് എന്നുള്ള കാര്യം എൻ്റെ കുട്ടികളൊക്കെ ആലോചിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇനി ഏതെങ്കിലും ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് വന്ന് ചോദിക്കുമ്പോൾ അതൊരിക്കലും വേസ്റ്റിംഗ് ഓഫ് ടൈം അല്ല, അത് നമുക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ആവാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ആലോചിക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കിട്ടുന്ന ഒരു ചാൻസും നിങ്ങൾ മിസ് ചെയ്യരുത്. ക്ലാസ് റൂംസിലൊക്കെ നമ്മൾ കൂടുതലും സെമിനാർസ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇതേ ഒരു ടെക്നിക്ക് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്. കാരണം നമ്മളിങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആയിരിക്കും ആ ടോപ്പിക്കിൽ. ആ ടോപ്പിക്ക് നമുക്ക് അത്രയും ക്ലിയർ ആയിരിക്കും. ഇനിയിപ്പോൾ പറഞ്ഞു കൊടുക്കാൻ വേറെ ഫ്രണ്ട്സ് ഇല്ലാന്ന് വെച്ച് വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് നമ്മളെ തന്നെ പഠിപ്പിക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മളൊരു കാര്യം വായിക്കുന്നു, ആ വായിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ തന്നെ പഠിപ്പിക്കുന്നത് പോലെ അപ്പം ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മളെ തന്നെ എന്ത് ചെയ്യുക, പഠിപ്പിക്കുക. അപ്പം നമ്മളെ തന്നെ പഠിപ്പിക്കുമ്പോഴും ഈ പറഞ്ഞ കാര്യം ബ്രെയിനകത്തോട്ട് കയറുകയും ചെയ്യും, നല്ല പോലെ നമുക്ക് ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 2 ടിപ്സ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് അടുത്തതാണ് ലിവ് ഇൻ പ്രസന്റ്. പ്രസന്റിൽ നിങ്ങൾ ജീവിക്കുക. അതായത് ഇപ്പോൾ നമ്മളെല്ലാവരും പറയും എനിക്ക് ഭാവിയിൽ അങ്ങനെ ആവണം, ഭാവിയിൽ അങ്ങനെ ഒരു ടീച്ചർ ആവണം, കോളേജിൽ അങ്ങനെ പോയി പഠിപ്പിക്കണം, അതിനുശേഷം അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരിക്കും. പക്ഷെ ആ ഡ്രീംസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡ്രീംസ് ഇങ്ങനെ കിനാവ് കണ്ടിങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, അല്ലെ? ഉപദ്രവിക്കല്ലേ, നമ്മളൊരു കിനാവ് കാണാണ്. കിനാവൊക്കെ കാണുന്നത് കൊള്ളാം, ഡ്രീമൊക്കെ നല്ലതാണ്, വളരെ നല്ല കാര്യമാണ്. പക്ഷെ ആ ഡ്രീമിൽ മാത്രം നിങ്ങൾ എന്താണ് വിശ്വസിച്ച് പോകരുത്. ആ ഡ്രീമിലേക്ക് എത്താനായിട്ടുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു മൈൽ സ്റ്റോൺസ് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് വലിയൊരു IPS ഓഫീസർ ആവണം, അല്ലെങ്കിൽ IAS ഓഫീസർ ആവണം, ഇതൊക്കെ നിങ്ങളുടെ ഡ്രീം ആയിരിക്കാം. ഈ ഡ്രീമിലേക്ക് എത്തുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് ഇവിടെ നിങ്ങൾ നന്നായി പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ എന്താണ് കറന്റ്ലി നിങ്ങൾ എന്താണ്, ഇപ്പൊ നിങ്ങളുടെ ഡ്രീംസ് എന്തായിരിക്കണം? ഈ ഒരു ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങണം, ക്ലാസ്സിൽ ടോപ്പർ ആവണം, അല്ലെ? വലിയ വലിയ ഡ്രീംസ് അച്ചീവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഇപ്പോഴുള്ള നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ഡ്രീംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതെല്ലാം കടന്ന് പോയെങ്കിൽ മാത്രമേ ആ ഒരു വലിയ ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം മൈൻഡിൽ വെച്ചുകൊണ്ട് ഇനി മുതൽ വായിക്കാനായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങൾ നല്ലപോലെ വായിക്കുക, ഇതുപോലെ മറ്റുള്ളവരെ പഠിപ്പിക്കുക, അതുപോലെ തന്നെ എന്ത് കാര്യം പഠിക്കുമ്പോഴായിക്കോട്ടെ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുന്ന കാര്യങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മൈൻഡിലോട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.